തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡിൽ റെയ്ഡിൽ നിന്ന് അപകടമുണ്ടായിരിക്കുന്നു. 30ഓളം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാഗർകോവിൽ സ്വദേശികളായ 5 പേരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നറിയാൻ കഴിയുന്നത്. ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഈ 5 പേരുടെ നില എങ്ങനെയാണ്? അനൂപ്, അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്തെ അമ്യൂസ്മെന്റ് പാർക്കായ വെമ്പായം പിരപ്പൻകോട് പ്രവർത്തിക്കുന്ന ഹാപ്പി ലാൻഡിൽ ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് ഒരു ഊഞ്ഞാല് സ്വഭാവത്തിലുള്ള ഒരു റൈഡ്, ആ റൈഡ് പൊട്ടി വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതിൽ ഏതാണ്ട് 30-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ചുപേർ ഈ പൊട്ടി വീണ ഊഞ്ഞാലിന് അടിയിൽപ്പെട്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 5ഓളം പേരെ ആദ്യം പിരപ്പൻകോട് സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവർ നാഗർകോവിൽ സ്വദേശികളാണ്. 54 വയസ്സുള്ള ഒരു മനോരതി, 49 വയസ്സുള്ള ഒരു സീമണി, 49 വയസ്സുള്ള മാലിനി, 14 വയസ്സുള്ള ശ്യാം ഡാനിയൽ, 16 വയസ്സുള്ള റോസ് എന്ന പെൺകുട്ടി, ഇത്രയും പേരെയാണ് ആദ്യം ഈ സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവരുടെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ ഈ പ്രദേശത്തെ താലൂക്ക് ആശുപത്രിയിലും അതേപോലെ മറ്റു ചില സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും വലിയ അപകടം ഉണ്ടായ തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റവരാണ് എന്ന തരത്തിലേക്കുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റൈഡിൽ ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് കന്യാകുമാരിയിൽ നിന്നും അതേപോലെ നാഗർകോവിൽ അടക്കമുള്ള ഭാഗത്ത് നിന്ന് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇവരിരുന്ന, അതായത് തമിഴ്നാട് സ്വദേശികളടക്കം ഉണ്ടായിരുന്ന ഈ സ്ഥലത്താണ്, അല്ലെങ്കിൽ ഈ റൈഡാണ് പൊട്ടി വീണത് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വെഞ്ഞാറമൂട്ടിൽ നിന്നും അതേപോലെ തന്നെ വട്ടപ്പാറയിൽ നിന്നും അടക്കം പോലീസ് സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായിരുന്ന ജീവനക്കാരടക്കമാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അനൂപ്, ഒപ്പം തന്നെ ഈ 5 പേരുടെ പരിക്കുകളാണ് ഗുരുതരം എന്നുള്ളതാണ്. ബാക്കി ഉള്ള ആൾക്കാർ, ഈ 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ റെയ്ഡാവാനാണ് സാധ്യത. അത്തരത്തിൽ മറ്റ് ഉള്ളവരുടെ, ഈ പരിക്ക് പറ്റിയവരുടെ നിലകളെ പറ്റിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഷഫീദ്? അനൂപ്, നിലവിലിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രാഥമിക വിവരം മാത്രമാണ്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നടക്കുന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. ആദ്യം കിട്ടിയത് ഈ വെമ്പായത്തെ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു റൈഡ് പൊട്ടി വീണ അപകടം എന്നുള്ളതായിരുന്നു. പിന്നാലെ ഈ സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന, അതായത് ഗുരുതരമായി പരിക്കേറ്റവരെ മാറ്റിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആശുപത്രിയിലേക്ക് വിവരം തേടി വിളിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരമാണ് ഈ നാഗർകോവിൽ സ്വദേശികളായിട്ടുള്ള 5 പേർ, ഇവർക്ക് ഇതിൽ 16 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, റോസ് പെൺകുട്ടി. ഈ പെൺകുട്ടിക്കടക്കം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ വിവരമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായി തലക്കിറക്കം ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നുള്ള വിവരം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം കൂടുതൽ ആളുകളെ ഈ സെന്റ് ജോൺസിലേക്ക് അടക്കം കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സമീപത്തുള്ള ഒരു താലൂക്ക് ആശുപത്രി, മറ്റൊരു സ്വകാര്യ ആശുപത്രി, ഇവിടങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ചിലരെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഈ സ്പോട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതേ ഉള്ളൂ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരം ഈ സംഭവ സ്ഥലത്തേക്കുണ്ട്. ഏതായാലും അതൊരു വലിയ റൈഡായിരുന്നു. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു റൈഡായിരുന്നു. 30-ലധികം ആളുകൾ ആ റൈഡിൽ ഉണ്ടായിരുന്നു. ഇത് നേരെ താഴേക്ക് പൊട്ടി വീഴുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഊഞ്ഞാൽ പോലെയുള്ള ഒരു റൈഡാണ്. ഇതിന്റെ അടിയിൽപ്പെട്ട ഏതാണ്ട് 5ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അനൂപ്, ഏകദേശം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒരു 20-25 കിലോമീറ്റർ അകലെയാണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത്. MC റോഡിലാണ്. വെമ്പായം കഴിഞ്ഞ് പിരപ്പങ്കോടേക്ക് പോകുന്ന വഴിയിലാണ് ഈ അമ്യൂസ്മെന്റ് പാർക്കുള്ളത്. അവിടെ ഈ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഈ തമിഴ്നാട് സ്വദേശികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം അവിടേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം കാരണം ഈ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കൂടുതലായി വരുന്നത് ഈ തമിഴ്നാട് സ്വദേശികളാണ്. ഇപ്പോൾ അപകടം പറ്റി ആശുപത്രിയിലേക്ക് ആയിരിക്കുന്ന ഈ 5 പേരും ഈ നാഗർകോവിൽ സ്വദേശികളാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഷഫീദ്, നമുക്ക് ഈ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അതുപോലെ നിലവിലിപ്പോൾ ഇവരെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഉണ്ടായത്. സ്വാഭാവികമായും അതൊരു വലിയ അപകടം എന്ന രീതിയിലേക്കുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇരുമ്പ് റൈഡ്, അതായത് നമുക്കറിയാം ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ സാധാരണ പ്രവർത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇരുമ്പ് റൈഡാണ്. ആ ഇരുമ്പ് റൈഡ് പൊട്ടി താഴേക്ക് വീഴുകയായിരുന്നു. അവിടെ താഴേക്ക് വീണ സാഹചര്യത്തിൽ അവരുടെ അടിയിലടക്കം ആളുകൾ പെട്ടുപോയി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത വർദ്ധിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആ രീതിയിൽ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു വിവരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൂടുതൽ ആളുകളെ ഈ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ അത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ റൈഡിന്റെ ബിൽഡിംഗ് പൊട്ടി വീണാണ് അപകടം ഉണ്ടായത് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്.
യെസ്, എന്തായാലും നാഗർകോവിൽ സ്വദേശികളായ മനോരഥി 54 വയസ്സ്, സീമണി 49 വയസ്സ്, മാലിനി 49 വയസ്സ്, ശ്യാം ഡാനിയൽ 14 വയസ്സുള്ള കുട്ടിയാണ്, റോസ് 16 വയസ്സുള്ള കുട്ടിയാണ്. ഇങ്ങനെ 5 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നത്. വെമ്പായത്ത് ഹാപ്പി ലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഇപ്പോൾ റൈഡ് പൊട്ടി വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. 5 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് സെന്റ് ജോൺസ് എന്ന് പറയുന്ന ആശുപത്രി. ആ ആശുപത്രിയിലേക്കും കന്യാകുളങ്ങര ആശുപത്രിയിലേക്കും ഈ പരിക്ക് പറ്റിയവരെ മാറ്റുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഏകദേശം 20-25 കിലോമീറ്റർ അകലെയാണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പിരപ്പങ്കോട് ഭാഗത്താണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ റെയ്ഡിൽ ഇത്തരത്തിൽ അപകടം നടന്നു എന്നറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.